മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കി കേരളത്തിലെ 1.5 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ജീവനും ജീവിതവും ശാശ്വതമായി സുരക്ഷിതമാക്കണമെന്നാവശ്യപ്പെട്ട് മാലിപ്പുറം സ്വതന്ത്ര മൈതാനത്തിന് സമീപം നടന്നുവരുന്ന അനിശ്ചിതകാല ജനകീയ ഉപവാസ സമരം 5 മാസം പിന്നിട്ടു. 175-ാം ദിവസത്തിൽ ഹോപ്പ് സോഷ്യൽ മിഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ സംഘടന വൈപ്പിൻകരയിലെ സമരപ്പന്തലിലെത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഉപവാസ സത്യാഗ്രഹം നടത്തി. നിർമ്മിക്കുന്നതിന്റെ 10-1 ചെലവിലും അതുപോലെ 6 മാസത്തിനുള്ളിലും ചെയ്യാവുന്ന, ഇന്നത്തെ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് 6 മാസത്തിനുള്ളിൽ ചെയ്യാവുന്ന ഒരു പുതിയ ടണൽ എന്ന 2014 മെയ്യിലെ സുപ്രീം കോടതി നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി കഴിഞ്ഞ 175 ദിവസമായി പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അനിശ്ചിതകാല റിലീവ് ഉപവാസ സമരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മുല്ലപ്പെരിയാർ എന്നുള്ള ഈ മഹാവിപത്ത് കഴിഞ്ഞ 18 വർഷങ്ങളായിട്ടും ഉത്തരമില്ലാതെ തുടർന്നു വരികയാണ്. ഈ അടുത്ത കാലത്ത് വയനാടുണ്ടായ ദുരന്തം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു ഉരുൾപൊട്ടലുണ്ടായിട്ട് 400-ലധികം ആളുകളാണ് മരിച്ചത്. 20 കിലോമീറ്റർ അകലയിൽ നിന്നാണ് മൃതശരീരങ്ങൾ കണ്ടെടുത്തത്. അത് വളരെ ചെറിയൊരു ഉരുൾപൊട്ടലാണ്. എന്നാൽ അതിനേക്കാളെല്ലാം 10,000 മടങ്ങ് പ്രഹരശേഷിയുള്ള ഒരു വലിയൊരു വിപത്താണ് മുല്ലപ്പെരിയാർ എന്നുള്ള രൂപത്തിൽ നമ്മുടെ 6 ജില്ലകളിലെ ജനങ്ങളുടെ തലക്ക് മുകളിലായി നിൽക്കുന്ന ഒരു ദുരന്തം. HSMHSR വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് PN തങ്കച്ചൻ, സെക്രട്ടറി PN സുബ്രഹ്മണ്യൻ, ജോയിന്റ് സെക്രട്ടറി KC ഉണ്ണി എന്നിവർ സത്യാഗ്രഹം അനുഷ്ഠിച്ചു. സത്യാഗ്രഹ സമരം HSMHR സ്റ്റേറ്റ് ചെയർമാൻ EM ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ MK സുബ്രഹ്മണ്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MK വിജയൻ, മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി പ്രസിഡന്റ് രമേശ് രവി, സെക്രട്ടറി സ്മിജിൻ രാജ്, ജോയിന്റ് സെക്രട്ടറി ഷിജി തമ്പി, വൈസ് പ്രസിഡന്റ് ഡേവിഡ് അട്ടിപ്പേറ്റി എന്നിവർ സംസാരിച്ചു. HSMHR എറണാകുളം ജില്ലാ പ്രസിഡന്റ് വർക്കിച്ചൻ P മേനാജേരി സമാപന സന്ദേശം നൽകി. ഇതിനൊരു തീരുമാനമുണ്ടാകണമെന്ന് ഞങ്ങളെ ഭരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ നന്നാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത, ഞങ്ങൾക്ക് വേണ്ട എല്ലാം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സർക്കാരിനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞങ്ങളെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തരുത്. ഞങ്ങൾ നിങ്ങളെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഇനി ഒരു ദ്രോഹവും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പെൻഷനല്ല, ശമ്പള വർധനവല്ല, കൊട്ടാരമല്ല, ടൂറിസ്റ്റ് കേന്ദ്രമല്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായിട്ട് ഉറങ്ങണം, സമാധാനപരമായിട്ട് ജീവിക്കണം. അത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഉണരുക, ഉറക്കം നടിക്കരുത്. അത് പുരുഷത്വത്തിന്റെ ലക്ഷണമല്ല. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം C വിജയൻ, നാട്ടുവാർത്ത എഡിറ്റർ ദിജു എന്നിവർക്കൊപ്പം ഉപവാസ സമാപന ചടങ്ങ് നിർവഹിക്കുകയും ചെയ്തു.